നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാവണപ്രഭു എന്ന മൂവിനെ പറ്റിയിട്ടാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ മൂവിയാണ് രാവണപ്രഭു. അപ്പോൾ എൻ്റെ പ്രായം 13-12 വയസ്സാണ്. അന്ന് ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് രാവണപ്രഭു. അപ്പോഴുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു മാരക എക്സ്പീരിയൻസ് ആണ്. അത് ഇപ്പോഴും അങ്ങനെ, അതിനൊരു മാറ്റവുമില്ല. ആ പടം എന്ന് പറഞ്ഞാൽ ഒരു തീപ്പൊരി പടമാണ് ഈ രാവണപ്രഭു പറയുന്നത്. റിലീസ് എന്ന് പറഞ്ഞിട്ട് പടത്തിനെ ഒരു കൊച്ചാക്കിയിട്ട് കാണണ്ട, ഒരു പുതിയ പടം നോക്കുന്ന ആ ഫീലാണ് എനിക്കിപ്പോഴും കിട്ടിയത്. പണ്ടെൻ്റെ ചെറിയ പ്രായത്തിൽ അമ്മയും അച്ഛനും ഇങ്ങനെ പൈസ തരുമ്പോൾ ഞാൻ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമക്ക് പോകും. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അകലെ ഒരു തിയേറ്റർ ഉണ്ട്, ആഞ്ജനേയ തിയേറ്റർ എന്ന് പറയും, പള്ളിക്കര. ആ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിലിരിക്കും. അവിടെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെയെല്ലാം ഉണ്ട്. ആ ഫസ്റ്റ് ക്ലാസ്സിന് അത്ര ചെറിയ പൈസയില്ല, 5.5 ഉറുപ്പിയില്ല. 5.5 ഉറുപ്പിയും പിന്നെ ഒരു പപ്സും ചായയെല്ലാം കുടിക്കുമ്പോൾ അത്രയും പൈസയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ചായയെല്ലാം കുടിച്ച് സിനിമയെല്ലാം കണ്ട് ഇങ്ങനെ നടന്നിട്ട് പോകും. അത്രയേ ഇല്ലല്ലോ, നടന്നിട്ട് നടന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരലാണ്. അപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് അപ്പോഴത്തെ ആ കാലം. ഇപ്പോൾ ഈ രാവണപ്രഭു റിലീസായി രണ്ടാമത് കാണുമ്പോഴും എന്തോ ഒരു ആ ഫീലിംഗ് തന്നെ, എന്തോ ഒരു ഫീലിംഗാണ് ആ പടം നോക്കുമ്പോഴും. ഈ പഴയകാല പടം എല്ലാം നോക്കുമ്പോൾ ഒരു ഫീലിംഗ് തന്നെ. സിനിമ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിനിമ പറഞ്ഞാൽ ഒരു പഞ്ച് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു പടം ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു. ചില പടം നല്ല ഉണ്ടാകുന്നു, ചില പടം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണ് ഈ സിനിമ എടുക്കുന്നത്. ഇവർക്ക് പൈസ മാത്രം ഒരു ഇത് കിട്ടിയാൽ മാത്രം മതി. പ്രേക്ഷകരെ സംതൃപ്തിയൊന്നും ഇവർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്, ഇങ്ങനെ പോകുന്നത്. ഈ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടോ. ഒരു പൈസയും നിങ്ങൾക്ക് ഇതാവില്ല, നഷ്ടം വരില്ല, ഒന്നും വരില്ല. പുതിയൊരു സിനിമ ഇങ്ങനെ നോക്കുന്നു അതുമാതിരി തന്നെ പുതിയ പടം എങ്ങനെയുണ്ട് അതുമാതിരി നിങ്ങൾക്ക് അവിടുന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് നേരെ നല്ല ഇതിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് വരാം. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. പഴയ പടം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയണ്ട. ഇതൊരു പുതിയ പടം തന്നെ നിങ്ങൾ കണ്ടോ. എന്നിട്ട് അഭിപ്രായം പറയും. അഭിപ്രായം കമൻ്റ് ഇട്ട്